കുട്ടിച്ചേട്ടൻ 18-ാമത്തെ വയസ്സിൽ ചെറിയൊരു കച്ചവടം ആരംഭിച്ച് അത് വളർന്ന് വികസിച്ചു. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് 1957 കുട്ടിച്ചേട്ടന് വിവാഹം കഴിഞ്ഞു. അങ്ങനെ കച്ചവടം അടിക്കടി അങ്ങനെ പുരോഗമിച്ച് നല്ല രീതിയിൽ പോകുന്നു. അതിന് ചില വികസന പ്രവർത്തനങ്ങൾ വരുന്നു. അല്പം സ്ഥലം വാങ്ങിച്ച കാര്യം പറഞ്ഞു, ബസ് വാങ്ങിച്ച കാര്യം, ഇതെല്ലാം കുട്ടിച്ചേട്ടൻ പറഞ്ഞു. ഇതോടൊപ്പം നമ്മുടെ ഈ പെരുന്തിത്തര ഒരു സ്ഥിര താമസക്കാരന് ഇവിടെ ജനിച്ചു വളർന്ന ആളെന്നുള്ള രീതിയിൽ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കുട്ടിച്ചേട്ടന് നല്ലൊരു പങ്ക് കുട്ടിച്ചേട്ടൻ വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഇവിടുത്തെ സഞ്ചാര സൗകര്യം, നമുക്കിപ്പോൾ കടവിൽ നമുക്ക് പാലം വന്നത്, അതിനു മുമ്പ് അവിടെ ഇലക്ട്രിസിറ്റി നമ്മുടെ നാട്ടിൽ വന്നത്, സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം ഒരറ്റം മുതൽ കുട്ടിച്ചേട്ടൻ ആദ്യം മുതലെന്ന് പറഞ്ഞു വരണം. അതായത് ആദ്യം ഒരു പക്ഷേ വന്നത് വൈദ്യുതിയാണ്. ആ വൈദ്യുതി നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് കളമ്പാട്ടിൽ നിന്നാണ് വലിച്ചു വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രം കുട്ടിച്ചേട്ടനൊന്ന് മനസ്സിൽ തുറക്കണം. വൈദ്യുതി നമ്മുടെ കളമ്പാട്ട് ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ആദ്യമായിട്ട്, കളമ്പാടത്തോടിൻ്റെ ഇങ്ങപ്പുറത്ത്. അത് അവിടെ നിന്ന് ലൈനെ കൊടുത്തത് ഈ പാടശേഖരങ്ങളിലേക്കാണ്. കല്ലറ വഴി വന്നു അവർക്കാണെന്ന് മുൻഗണനയുള്ളത്. പാടത്ത് വേറെ വീട് ഒറ്റ വീട്ടും കല്ലറ കണ്ടെടുത്തിട്ടില്ല. അങ്ങനെ വന്നപ്പം നമ്മളെ കൂടെ പെട്രോൾ, എനിക്ക് 2 പെട്രോൾ മാക്സ് ഉണ്ട്. പിന്നെ നല്ല കച്ചവടം അപ്പുറം ഇപ്പുറം ഉണ്ട്. അതാണ് ആദ്യം ചിമ്മിനികളൊക്കെ ആയിരുന്നു. ആ ചിമ്മിനികളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ പഴയ കച്ചവട സ്ഥലത്ത് അങ്ങാടി മരുന്ന് കച്ചവടം ഉണ്ടല്ലോ, അങ്ങാടി മരുന്ന്. അത് ഈ ബിസിനസ് എല്ലാം ഉള്ള കാരണം കുറുപ്പടി ഇവിടെ അടുത്ത് വേറെ ഒന്നുമില്ല. കല്ലറ ഒരു അപ്പം മാത്രമേ ഉള്ളൂ, പിന്നെ കുറുപ്പത്രേ ഉള്ളൂ. അപ്പോൾ കുറുപ്പടി കൊണ്ടുവരുന്നതെല്ലാം നമ്മൾ മേടിച്ച് വെക്കും. രാത്രിയായി കച്ചവടത്തിൻ്റെ ബഹളമൊക്കെ കഴിയുമ്പോൾ 10-11 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ മരുന്നിൻ്റെ അങ്ങോട്ട് കിടക്കുന്നത്. അതെല്ലാം വെട്ടി പൊടിച്ച് ഞുറുക്കി ഓരോ പൊതി കെട്ടിയിട്ട് അതിൻ്റെ എല്ലാം ഈ കുറുപ്പടി അതെ തിരികെ ഓരോന്നിനെ വെച്ച് മാറ്റി വെക്കും. അന്നത്തെ മെഡിക്കൽ സ്റ്റോറാണത്. അതാ, വേറെ ഇവിടെ കടയൊന്നുമില്ല. പിന്നെ നമ്മൾ കോട്ടയം പോകുമ്പോൾ കവരായൻ്റെ അവിടെ നിന്ന് അരിഷ്ടങ്ങൾ, ഗുളികകൾ, പിന്നെ ഇതെല്ലാം മേടിച്ചുകൊണ്ട് വരും. വേറെ കണിയാന്മാരുള്ളൂ, അല്ല കുറുപ്പന്തരേ ഉള്ളൂ. പിന്നെ ഒരു ആഹാരം ഡോക്ടർ പറഞ്ഞൊരു അതിന് മുമ്പ് ഒരു ഡോക്ടർ അങ്ങനെ ഉള്ളൂ അന്നാ കാലത്ത്. അപ്പോൾ ഒരുമാതിരി അരിഷ്ടവും ഗുളികയൊക്കെ വേണ്ടി നമ്മുടെ അടുത്ത് വരും ആൾക്കാർ. ഈ ഗ്യാസും ഈ 12 മണിയൊക്കെ കഴിഞ്ഞ ആൾക്കാരെ. അങ്ങനെ അതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന്. ഈ അങ്ങാടി മരുന്നൊക്കെ ഇട്ട് വെച്ചെന്നാൽ ദേശം മൂലം എന്നൊക്കെ പറഞ്ഞാൽ ഈ കുമ്പിള് പാതിരി പോലെ മൂഞ്ഞ മൂല പിന്നെ എന്നാ കറുത്തയുണ്ട്, വെളുത്തയുണ്ട്, എരിഞ്ഞൽ, അപ്പോൾ 10 കൂട്ടം. അങ്ങനെ അതിൻ്റെ ഈ ദശമൂലത്തിൻ്റെ തുടസം ഇതെല്ലാം കൂടി വെട്ടിപ്പറിഞ്ഞ് 1.5 ചക്രം ഒക്കെ ഒരു ഇത് പുതിയ കൊടുത്താൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ പരിപാടി അതിനെ കൂടുതലുണ്ടായിരുന്നു പറയാം. അപ്പോൾ അങ്ങനെ എല്ലാ കച്ചവടവും ഉണ്ടായിരുന്നു ആ കാലത്ത്. പിന്നെ ഇപ്പം ഈ ഇത് വൈദ്യുതിയുടെ കാര്യം ഇത് കാരണമില്ല. ലൈറ്റിൻ്റെ കറണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളിങ്ങനെ ആലോചിച്ചപ്പം നമ്മുടെ നാരായണൻ സാറും നമ്മുടെ പിന്നെ ഒറ്റൂരത്തിലെ നാരായണൻ സാറ്, ഞങ്ങളൊക്കെ വലിയ കമ്പനിയാണ് അന്ന്. നാരായണൻ സാറ് നമ്മൾ ഒത്തിരി അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചൊരു ദിവസം, വേറെ എവിടെ ആലോചിക്കാൻ വേറെ ആരുമില്ല, നമുക്കിത് കിട്ടാനുള്ള മാർഗ്ഗം എന്നാന്നിങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ പുള്ളി പറഞ്ഞു നമുക്കൊരു ദിവസം പിന്നെ വയ്ക്കാൻ വരാം, പുത്തുംതുറങ്ങടെ അവിടെയാണ് എൻ്റെ ഓഫീസ്. ഇപ്പോഴും അവിടെ ആയിരിക്കും. ആ പാലത്തിൻ്റെ ദിവസം അങ്ങോട്ട് മാറി കഴിയുമ്പോൾ അവിടെയായിരുന്നു അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ ഓഫീസ്. പിന്നെ അപ്പം വന്ന് അവിടെ പോകാമെന്ന് പറഞ്ഞ ദിവസം ഞങ്ങളവിടെ ചെന്ന്, ഞങ്ങൾ 3 പേരും കൂടെ കൂടി അവിടെ ചെന്ന് ഓഫീസറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ കാര്യങ്ങളെ ചോദിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ കറണ്ട് എടുക്കാൻ താല്പര്യമുണ്ട്, വീടുകളിൽ എടുക്കാനുള്ള താല്പര്യമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു 100 പേര് കൺസ്യൂമർ സമ്മോത്രം 100 പേരുടെ സമ്മോത്രം മേടിച്ചുകൊണ്ടാകുന്ന നമുക്ക് അതേപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷമായി. അപ്പം കറണ്ട് ഒറ്റ വീട്ടിലും കറണ്ടില്ല. ഞങ്ങളിവിടെ വന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ പോകുന്നത്. ശനിയാഴ്ച ഒന്ന് പടത്തുനിന്ന് അറിയാൻ പാടില്ല. ഇവർ 2 പേരും കൂടി ആദ്യം സമാധാനം മേടിക്കാണ്ട് പോയി. ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നെ കൊടുത്ത് വരാമെന്ന് പറഞ്ഞ് ഒരാദ്യം പിന്നെ പടിഞ്ഞാറ് എടുത്താണ് പോയത്. നാരായണൻ സാറും ഞാനും. അത് ഇവർ 2 കൂടെ ആദ്യം പോകുന്നത്. അവരാദ്യം പോയി നമ്മുടെ ലൂക്കാച്ചനെ മാത്രമാണ് കൂട്ടിട്ട് കിട്ടുന്നുണ്ട് അവിടെ. പിന്നെ ഇങ്ങോട്ട് മാറിയുന്ന വടക്കപ്പുറത്തുകാർക്ക് ഒരു കൂട്ടിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാം ഓലക്കെട്ട. അപ്പോൾ അവിടെ ചെന്ന് ലൂക്കാച്ചൻ്റെ ഒരു സമ്മതം മേടിച്ച് കുഴപ്പമില്ല, പൊതു പ്രവർത്തനമൊക്കെ ആണല്ലോ. ഇങ്ങോട്ട് മാറി അവിടെ 2ാമത്തെ വീട് ഈ ലൂക്കാച്ചൻ്റെ വീട്ടിലാണ് ചെന്നത്, പുത്തമ്പര ലൂക്കാച്ചൻ്റെ വീട്ടിൽ. അന്ന് പുള്ളി കാളകൂട്ടും പരിപാടിയൊക്കെ ആണല്ലോ, വേറെ ഒന്നുമില്ല. വേറെ 7 കുഞ്ഞുങ്ങളും
ആ കാലത്ത് അവരുടെ സകല കാര്യം നമ്മുടെ അടുത്താണ്. ഈ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മളതെല്ലാം തുണി ഒന്ന് സകലതാവണം കൊടുക്കുന്നതൊക്കെ ഒരു വശവും ഇല്ല. പൈസ കൊണ്ട് തരും കേട്ടോ, ഉഴുതാനൊക്കെ ഇട്ട് പോയി വല്ല കിട്ടുന്ന ആശയമാണ് പൈസ കൊണ്ട് തരുന്നത്. കൊടുക്കാനൊന്നും ഇല്ല, എല്ലാത്തിനും കൂട്ടിക്കൊണ്ട് വരും. നമ്മുടെ എന്നാൽ 5-6 തയ്യക്കാരുണ്ട്, ഈ ആശാനും ചിറ്റന്മാരൊക്കെ ആയിട്ട്. അല്ല അങ്ങനെ അവിടെയൊക്കെ ചെന്നാൽ പ്രശ്നമെല്ലാം കിട്ടുന്നതാ. പുള്ളി സമ്മതിച്ചാൽ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3-4 വീട് ആരും കൊടുത്തില്ല. അവിടെ ഞാൻ പിറ്റേ ദിവസം ഞായറാഴ്ച ഞങ്ങൾ 3 പേരും കൂടെ പോയി. അവിടെ നിന്ന് തന്നെ തുടങ്ങി. മടക്കപ്പുറത്തിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണല്ലോ ഈ പുത്തമ്പലക്കാരുടെ വീട്. അവിടെ ചെന്ന് ഞാനവിടെ ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സമ്മതത്തിന് സന്തോഷമായി. കുഴപ്പമില്ല, നീ പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പുള്ളി സമ്മതം. അങ്ങനെ ഓരോ വീട്ടിലും ചെന്ന് ഒരു വീട്ടിൽ പോലും തരികയാണ് 120 പേരുടെ സമ്മതം 2 ദിവസമായിട്ട്. അതുകൊണ്ട് പോയി വൈക്കൊണ്ടോണ്ടും കൊടുത്തു. അപ്പോൾ അവിടെ അന്ന് അത്തക്കാലത്ത് ഒരു ഇല്ലത്തെ ഒരു ബന്ധപ്പെട്ട ഒരു ഇളയച്ചനാണ് അതിൻ്റെ ഓഫീസർ, എഞ്ചിനീയർ, പിന്നെ മുതിർന്ന ആര്. അപ്പോൾ പുള്ളി ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒത്തിരി താല്പര്യമായി. നമ്മൾ എന്നൊക്കെ പറഞ്ഞു കണ്ടപ്പോഴത്തേക്കും പുള്ളി വീട്ടിൽ പോയി കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കൊടുത്തു. സമ്മതം ഇത്രയും പേർക്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറയും. ഇവരോട് ചോദിച്ചവർ വേണം തീ പിടിക്കും, കുഴപ്പമാണെന്ന് പറയാൻ ആരും തയ്യാലാത്തത്. അത് അവർക്ക് പേടിയാണ്. കൂടുതൽ കിട്ടും വളരെ പരമാവധി ഒരു 10 വീട് കാണുമ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ പുറകെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഈ പ്രഭാകരൻ നായരും ശിവരാമൻ നായരും അങ്ങനെ 2 ഓവർസിയറും പിന്നെ എന്നാ അതിൻ്റെ അടുത്ത ആളുടെ പേരെന്നാ അവരങ്ങനെ 2 പേരാണ് അതിൻ്റെ നടക്കുന്നത് നോക്കാനെടുക്കാൻ പോകുന്നത്. അവർ 2 പേരും ഞങ്ങൾ കയ്യിലെടുത്തത്. അന്ന് ഇവിടെ വന്ന് ഇതേ വീടുകളെല്ലാം നോക്കണ്ട് എല്ലായിടത്തും കണ്ട് സമ്പാദനം എല്ലാം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ കള്ളും തെങ്കള്ളേ ഉള്ള വേറെ ഒന്നുമില്ല. അന്ന് പട്ടക്കാച്ചാരായൊന്നുമില്ല. കള്ളും നമ്മൾ കോഴിയൊക്കെ പിടിച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ശരിയാക്കി കൊടുക്കും. ചെറിയ സാമ്പത്തികതായൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ തരും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് എടുക്കും. അങ്ങനെ ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് ലൈൻ ബന്ധത്തിൽ നിന്ന് വിളിക്കാനുള്ള ഓർഡർ കിട്ടി. ഓർഡർ കിട്ടിയിട്ട് റോഡ് സൈഡിലുള്ള 7 വീടിന് 7ആണോ 9ആണോ ശരിക്കും ഓർക്കുന്നില്ല, വീടിന് കണക്ഷൻ തരാൻ തീരുമാനമെടുത്തു ഓഫീസർ. അങ്ങനെ ഓക്കെ ആയി. കല്ലറയുള്ള ഒരു വീട്ടിൽ കടന്നു നമ്മൾ വരുന്നത് കണ്ടു കിട്ടി വീട് വഴി. പ്രധാനപ്പെട്ട ഒരു കല്ലറയുള്ളവർ കറണ്ട് കിട്ടുന്നതിന് മുമ്പ് പരിന്തിരത്തിലാണോ ആദ്യം കിട്ടുന്നത്? കല്ലറ വന്നിട്ടുണ്ടെങ്കിലും വീട്ടിലൊന്നും കിട്ടിയിട്ടില്ല. പരിന്തിരത്താ വീട് വഴി കിട്ടിയത്. അതിലൊരു വീടാണ് എൻ്റെ വീട് ഏഴുന്നള്ളത്തിൽ. അപ്പം നമ്മളിച്ചിരി പൈസ മുടക്കി അതിൻ്റെ കൂടുതൽ അങ്ങനെ ബുദ്ധിമുട്ടുകയും ചെയ്തു. അങ്ങനെ നമ്മൾ പരിന്തിരത്തിൽ കറണ്ട് കിട്ടുന്നത് ആദ്യം കിട്ടുന്നത്. അതിൻ്റെ ചരിത്രം പറയുകയാണെന്ന് കിട്ടുമ്പോഴത്തേക്ക് കുട്ടിച്ചേട്ടന് എത്ര വയസ്സുണ്ട്? ഉദ്ദേശ പ്രായം എത്ര ഉണ്ട് അന്നേരം? അതൊന്നും ഓർക്കുന്നില്ല. ഒരു വർഷം ഒന്ന് പിടിക്കാൻ വേണ്ടിയില്ല. വർഷം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? നമ്മൾ ഒരു കുട്ടി പിള്ളേരുണ്ടായത് വെച്ചൊന്ന് കൂട്ടി നോക്കിയേ. ഏത് കൊച്ചുണ്ടായപ്പോഴത്തേക്കാണ് ഈ പ്രവർത്തനം നടക്കുന്നത്? ഷിബു ഉണ്ടായോ ഒന്ന്? പിള്ളേരുണ്ട്. മുഖത്ത് നോക്കുമ്പോൾ 64 വയസ്സ് കഴിഞ്ഞു ഉണ്ട്. അല്ല ഷിബു ഉണ്ടോ ഈ പറഞ്ഞ കാലത്തിൽ? ഈ ഷിബു ഉണ്ടെന്നാണ്. ഷിബുവിനൊന്നും ഓർമ്മ കാണിയല്ല. അതല്ല അല്ല, നമുക്ക് ആ വർഷം ഒന്നും എടുക്കാനാ, കറണ്ട് വന്ന വർഷം ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് ഒരു ഉദ്ദേശം. നമുക്ക് അതിൻ്റെ ഒരു ഷിബുവിനൊന്നും ഉദ്ദേശം എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു 10-40 വയസ്സാണോ എനിക്ക് അതിൽ കൂടും. എത്ര വർഷം അവിടെ എന്ത് എന്താ അറിയാം ഒന്നറിയാം ഓർമ്മ ഇല്ല അറിയാൻ പറ്റില്ല. ആ വർഷം ഒന്നും എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സാറേല്ല കറണ്ട് വരുന്നത്. അതെനിക്ക് നമുക്ക് അത്രയൊന്നും ശ്രദ്ധ ഉണ്ട് കാര്യമല്ലോ ഒന്ന്. അപ്പോൾ ഇതിനായിട്ട് മെനക്കെട്ട് എങ്ങനെയെങ്കിലും മേടിക്കാനുള്ള ചിന്താതി വന്നുള്ളൂ. അത് കാണുന്നവരെ കണ്ടു, വേണ്ട പോലെ കണ്ടു, അങ്ങനെ കണ്ടു ഉദ്ദേശിച്ച പോലെ കാര്യം നടത്തുകയാണ്. 55 പോരാ അറിയോ? കുട്ടിച്ചേട്ടൻ്റെ കല്യാണം നടക്കുന്ന 57-ലാണ്. 57 കല്യാണം നടന്നു. അത് കഴിഞ്ഞൊരു 10 വർഷത്തിനൊക്കെ ആയിരിക്കുമല്ലോ. ഷിബു പിന്നെ അന്ന് ഉദ്ദേശം എത്ര വർഷം ഉണ്ടെന്ന് പിടിക്കാമെങ്കിൽ, വയസ്സുണ്ടെന്ന് പിടിക്കാമെങ്കിൽ നമുക്ക് സാരല്ല വർഷം പോട്ടെ, ഓർമ്മ കിട്ടിയാല കിട്ടണ്ട, വേണ്ട. അപ്പോൾ അങ്ങനെ കറണ്ട് വന്നു. പിന്നെ നിങ്ങൾക്ക് ആദ്യം 7 പേർക്ക് തന്നു അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പൊതുവികസനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ മറ്റുള്ളവർ അല്ല, അത് അന്നത്തെ കാലത്തെന്ന് നമ്മളിപ്പോഴേ ഈ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇന്നിപ്പം പഞ്ചായത്ത് മെമ്പറായി ഇതായി അങ്ങനെ ഞാൻ പറയും. അതിനൊക്കെ എന്നാത്തിന് പോയെന്നാലും അതിൻ്റെതായ വിഹിതമൊക്കെ അവർക്കൊക്കെ മേടിക്കുന്നവരും മേടിക്കാത്തവരൊക്കെ കാണും. എന്തായാലും അങ്ങനെ ആദായമൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കയ്യിലെ കാശ് മുടക്കി നമ്മൾ മെനക്കെട്ടാണെന്ന് ഈ പരിപാടിയെല്ലാം നടത്തുന്നത്. അല്ലാതെ മറ്റുള്ള ആദായത്തിൻ്റെ ഉദ്ദേശമൊന്നുമല്ല. നാടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അന്ന് ആർക്കും അറിയാൻ നമ്മൾ പറഞ്ഞിട്ടുമില്ല. അതാണ് പൊതുപ്രവർത്തനത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ പേപ്പറിൽ ഒരു പരസ്യം കണ്ടേ, മനോരമ പേപ്പറ്,
100 രൂപ മുടക്കി ബുക്ക് ചെയ്തിടുവാണെന്ന് ഒരു കറണ്ട് വീട്ടിൽ ടെലഫോണിന് കിട്ടുമെന്നും പറഞ്ഞ് ഇത് കണ്ടായിരുന്നു. ഞാൻ ആ കാലത്ത് 100 രൂപ മുടക്കി ഇതിന് അപേക്ഷ കൊടുത്തു ടെലഫോണിന്. അത് വർഷങ്ങൾ 5-8 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സാക്ഷിയായി വന്നു കിട്ടിയത്. അങ്ങനെ ആദ്യം വരുന്നിരുത്തി ടെലഫോൺ കിട്ടുന്നത് എനിക്കാണ്. നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പിന്നെ ഇതെല്ലാം വേറൊന്നും ഇല്ലല്ലോ. അന്ന് നമ്മുടെ ഉദ്യോഗം ഇത് ഓരോരുത്തരും മാഞ്ഞു മണിന്തുരുത്തെ കൊടുത്തുരുത്തെ അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ആളെ പറഞ്ഞു കൂടിയില്ല. അത്യാവശ്യ ഗതി നമ്മളെ വിളിച്ചു പറയും. അങ്ങനെയാണ് ടെലഫോൺ ആദ്യം എനിക്കാണ് കിട്ടുന്നത് പെരുന്തുരുത്തി. പിന്നെ അതുപോലെ തന്നെ സൈക്കിൾ ആദ്യം മേടിക്കുന്ന ഞാനാ. വണ്ടി എന്ന് പറയുന്ന സാധനം പിടിവണ്ടി ആദ്യം മേടിക്കാൻ വേലാപ്പണിക്കനാ പെരുന്തുരുത്തി. ആ അല്ല അങ്ങനെ ഓരോ കൂട്ടം അത്ര അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മളാ ചെയ്തിരിക്കുന്നത്. വേലാപ്പണിക്കനാ. ഞാൻ ബൈക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോട്ടയം നിന്ന് പിടിവണ്ടി കൊണ്ടുവരുവായത്. ഇനി നമ്മുടെ ഈ കടവിലെ ഈ കടത്തുവള്ളം പഞ്ചായത്ത് നമ്മുടെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് കടത്തുകാരനെ വെച്ചു കുറെ കാലം. അങ്ങനെ തങ്കപ്പൻ നായർ പുള്ളിയുടെ ചേട്ടൻ അവർ രണ്ടുപേരും കടത്തുകാരായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ ആ എസന്റെ കടയോട് ചേർന്നൊരു മുട്ടിട്ടിട്ട് ചങ്ങാടമാണ് ആദ്യമായിട്ട്. അവിടെ മോനുള്ള കാര്യം ഒന്ന് പറഞ്ഞു വന്നേ. ചങ്ങാടം അതിന്റെ കാരണം നമുക്ക് പിന്നെ വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചങ്ങാടം വേണം. നിങ്ങളെ ഇവിടെ കമ്മിറ്റി ഞങ്ങൾ പൊതുവെല്ലാം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് 2 സൈഡിലും താന്ന് കിടക്കുമല്ലേ, ഈ കുഴിക്കാട്ട് വിളവാണ്, വലിയ താഴ്ചയാണ്. അപ്പോൾ ചങ്ങാടം അതിനോട് ഒരു തിട്ട വേണമല്ലോ. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഈ ചാക്കും അതുപോലെ കൊണ്ടുപോയി എല്ലാം പുതിയ വിളിച്ചുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ച് അങ്ങനെ വിളിച്ചുകൊണ്ട് ഈ മെറ്റിലും അതിൽ നമ്മുടെ വഴിയിലെ ചരല് ഓരോ വീട്ടുകാരും ആ ഭാഗത്തുള്ള തൊണ്ടല്ലേ ചരട് വരിക്കൂട്ടാൻ പറയും. അവരിങ്ങനെ ചരലെല്ലാം കൂട്ടി ചാക്കിനകത്താക്കി ഈ നമ്മൾ പിടിവണ്ടിയെ അന്ന് വേലാപ്പണിക്കുന്ന അത് കൊണ്ടുപോയി ചാക്കി കെട്ടും കൂടെ ഇറക്കുക. അങ്ങനെ ഈ സൈഡ് മുഴുവൻ അത് ഇറക്കി. അങ്ങനെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കയറി ഈ വഴിയുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണോ ഈ ചങ്ങാടം വന്നത്? അല്ല, വഴിക്ക് മുമ്പ് ചങ്ങാടം വന്നതാ. അതെ വഴിക്ക് മുമ്പ് വന്നതാ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജവാന്റെ വണ്ടിയിലൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ ചങ്ങാടത്തെ ഇങ്ങോട്ട് കയറി. നമ്മൾ ഈ ചങ്ങാടത്തെ കൂടെയാണ് വഴിയച്ചൻ വരുന്നത്, ഇപ്പുറത്ത് കടന്നിട്ട് വഴിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതെ, അങ്ങനെ ആദ്യം അല്ലെ വഴിയച്ചന്റെ വരവ് വഴി കിട്ടിക്കഴിഞ്ഞ് പാലത്തിന് ഇത് കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞ് പാലം ഇപ്പോൾ ഒരെണ്ണം വേണ്ട, വലിയ പാലം മതി, ചെറിയ പാലം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കിയപ്പോൾ എങ്ങനെ ഒരു പാലം നമ്മുടെ ആവശ്യം. അച്ഛൻ പറഞ്ഞ നമുക്ക് ഓണത്തിനാണ്ട് ഒരുപോലെ കിട്ടിയതാണ് ഗവൺമെൻറ്റിൻ്റെ ഏർപ്പാട്. അച്ഛനത് സമ്മതിക്കുകയില്ല. അങ്ങനെ അച്ഛൻ പിണങ്ങി പോയി നമ്മുടെ കൂട്ടത്തിൽ നിറച്ച്. അപ്പം ഞങ്ങൾ പറഞ്ഞ നമ്മൾ ഉള്ള കാശ് കൊണ്ട് നമുക്കൊരു ചെറിയ പാലം ഉണ്ടാക്കാം, അങ്ങനെ തീരുമാനം എടുക്കും. ആ കാലത്താണ്. അതെ, പി സി തോമസിൻ്റെ അല്ല, പിന്നെ നമ്മുടെ കുഞ്ഞേട്ടനല്ലേ വണ്ടിയുടെ ഒക്കെ മറ്റേ തെക്കേ വീട്ടിൽ കുഞ്ഞേട്ടൻ്റെ മകളെ കെട്ടി ഒരു പാർട്ടി, അവർ തോട്ടം ഉണ്ടായിരുന്നു കിഴക്കൻ സൈഡിൽ. അവിടെ നിന്നാണ് ഈ നമ്മൾ പിന്നെ പാലത്തിന് വേണ്ടി ഈ കഴ മുഴുവൻ ഞാനും 4 സുന്ദരഗോപാലും കൂടെ കൂടി പോയാൽ കുഞ്ഞേട്ടനെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പം ഞങ്ങൾ പരിചയമുണ്ട്, കുഞ്ഞാ വണ്ടിയുള്ളതുകൊണ്ട് ഞങ്ങൾ വലിയ ഞങ്ങനെ അവിടെ പോയി പുള്ളിയുടെ മകളെ കിട്ടേണ്ട വീട്ടിലാണ് ഈ തേക്കും കഴ മുഴുവൻ കൊണ്ടുവന്നിട്ട് ആ പാലം ഉണ്ടാക്കാനായിട്ട്. അന്നേരം അച്ഛൻ പണങ്ങി പോയി. അച്ഛൻ പുതിയ വലിയ പാലം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും കിട്ടിയത് അങ്ങനെ നിർബന്ധിച്ചാൽ ഈ കൊച്ചു പാലം ഉണ്ടാക്കിയത്. അതുവരെ നമ്മുടെ അച്ഛൻ ഉണ്ടായിരുന്നു. വഴിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പാലം ഉണ്ടാകണം ഒത്തിരി നാൾ കഴിഞ്ഞ്. അങ്ങനെയാണ് ആ ചെറിയ പാലം ഉള്ളത്. ഇപ്പോഴും കുഴപ്പമില്ലായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഉത്ഭവം. അത് പിരിവാ, നാട്ടുകാരുടെ പിരിവാ മുഴുവൻ. പിന്നെ കുറച്ച് കഴിച്ച് പിന്നെ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടി. ആ ഓണത്തിനാണ് ഇത് കിട്ടുക. അതെ, ആ കാലത്ത് കിട്ടിയതാണ്. ഈ വഴിയുടെ ഇതിൽ അച്ഛനെ വിളിച്ചോണ്ട് വന്നിടം മുതൽ അതിൻ്റെ വഴി ഉണ്ടാക്കിയത് പിടിക്കാനായിട്ട് കുട്ടിച്ചാട്ടൻ കിഴക്കേറ്റന്മാർ വഴി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പിന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. അച്ഛനെ സത്കരിച്ച് കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ ആദ്യം പുതിയവും വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം പുതിയവും വിളിച്ചു. മൈക്കൊക്കെ സെറ്റൊക്കെ വെച്ചാൽ പള്ളിക്കുളം പറഞ്ഞാൽ പെരുന്തിരുത്തിലുള്ള ഭൂരിപക്ഷ ആൾക്കാരും ഉണ്ടായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ അടച്ച് അവിടെ വന്നു കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും വഴി വേണം എന്ന് ഇതായി. അപ്പം പുള്ളി ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാരണവശാലും ഒരു പ്രശ്നം ഉണ്ടാക്കുമോ, വഴി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ കാര്യമാണ്, അതുകൊണ്ടെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെല്ലാം പറഞ്ഞ് അങ്ങനെ പുതിയോ എല്ലാം തീരാറായി വന്നപ്പോഴും അവസാനം അച്ഛൻ വിളിച്ചു രാജു പറഞ്ഞു, നിങ്ങൾക്ക് വഴിയാണോ വഴക്കാണോ വേണമെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കൂടെ കൊണ്ട് നിർത്തണം, വഴി വേണമെങ്കിൽ ഞാൻ പറയുമ്പോൾ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വഴി വേണമെന്ന് പറഞ്ഞ് കൈയടിച്ച് അങ്ങനെ പാസ്സാക്കിയിട്ട് അന്നത്തെ കാലത്ത് ചൂരക്കാട്ട് നാരായണൻ പ്രസിഡൻറ്റ്, ഞാൻ ഖജാൻജി, സെക്രട്ടറി ആയിട്ട് നമ്മുടെ കരുണാകരൻ, കോപ്പറേറ്റീവ് ബാങ്കിൽ ഇരുന്ന കരുണാകരൻ, പാലക്കാട് കരുണാകരൻ,
ഞങ്ങൾ 3 പേരെ അന്ന് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെയായിരുന്നു ഇവിടെ തുടക്കം. അപ്പോൾ ഒരു ഞായറാഴ്ച ഇതുപോലെ അച്ഛൻ പറഞ്ഞു നമുക്ക് ഒരു ഞായറാഴ്ച രാവിലെ, അപ്പോൾ തലേദിവസം വീണ്ടും പൊതുവെ വിളി കൂടി, ഒരു കാരണവശാലും നമ്മൾ വഴി ലൈനിട്ട് നാളെ പോവുകയാണ്, ഒരു കാരണവശാലും മരങ്ങളൊന്നും വെട്ടരുത്, ലൈനിട്ട് മാത്രം പോവുക. അത് കഴിഞ്ഞ് ആദായം എടുക്കേണ്ടവരൊക്കെ വല്ല കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ആദായമൊക്കെ എടുത്തിട്ട് മാത്രം വഴി വെട്ടിയാൽ മതി. ഇങ്ങനെ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ആദ്യം നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ഇങ്ങേ അറ്റത്ത് നിന്ന് ഈ കടക്കോട്ട് രാമകൃഷ്ണ പിള്ളയുടെയും പിന്നെ പള്ളിപ്പറമ്പി മാണിച്ചാട്ടൻ്റെയും അത് അങ്ങേയറ്റത്തെ വീട്. അത് നമ്മൾ കോക്കി എന്നൊക്കെ പറയല്ലേ, അവൻ്റെ അമ്മാപ്പൻ്റെ വീട്, അമ്മായപ്പൻ്റെ വീടായി പറഞ്ഞത്. അതിലുണ്ടാണ് ലാസ്റ്റ് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ 2 പേര് നടുക്ക് ഇവരെ 2 പേര് അതിൻ്റെ അപ്പുറം ഇപ്പുറം 10-15 മീറ്റർ 10 മീറ്ററാണ് ഇവിടുന്ന്. അങ്ങനെയാണ് നമ്മൾ ലൈൻ പിടിച്ച് പോകുന്നത്. 1978 ആരെന്ന് അറിയാൻ പാടില്ല, ഓർമ്മയില്ല. അത് നിങ്ങൾ ഉദ്ദേശിച്ചെടുത്തോ. അപ്പോൾ അങ്ങനെ അതിന് ചരട് പിടിക്കാനായിട്ട് ആൾക്കാരെ പുതിയ തന്നെ തീരുമാനിച്ചു ആരൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾക്കാർ വന്ന് ഞാനും കൊച്ചുകൂട്ട് തോമാച്ചനും ഒരു പിന്നെ ചരട് പിടിക്കുന്നത് അങ്ങോട്ട് ഞാൻ കയറ്റുകാരൊക്കെ പിടിച്ചാൽ പ്രശ്നമാണല്ലോ. അങ്ങനെ അവർ ഞങ്ങളെ തീരുമാനിച്ചത്. ഇവിടുന്ന് ബസ്സിലെ വഴി ചരട് പിടിച്ചു. അച്ഛൻ പിന്നെ ഇവിടെ കിടന്ന് കൊത്തി അങ്ങോട്ട് പോയി വീതി അപ്പുറത്ത് കാണിച്ചു, നിർത്തി നേരെ വിട്ട് പോകാം, അച്ഛൻ പിന്നെ പോവാം. അപ്പോൾ 2 പേരുടെയും വരമ്പ് കൃത്യം അതിലിരുന്ന് ഇങ്ങനെ കുത്തിയിട്ട് അപ്പുറത്തേക്ക് 5 മീറ്റർ എടുത്താണ് പോകുന്നത്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും മാറ്റാതെ. അപ്പോൾ ചരട് നടക്കൊരു ഇതൊക്കെ വെച്ച് മാറിപ്പോയിരിക്കാൻ തൊണ്ട് പപ്പാതിയായിട്ട്. അങ്ങനെ മാണിച്ചാട്ടൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് അങ്ങപ്പുറത്തായപ്പോഴത്തേക്കും അവിടെ വരെ വഴിയായി. ആളെല്ലാം കൂടി അവിടെ വരെ വെട്ടി, തെങ്ങും മാവും എല്ലാം വെട്ടി. അപ്പുറത്തെ പുറമേ ചുരുക്കി പറഞ്ഞെന്ന മത്തായിച്ചാൻ്റെ വീട്ടിൽ പടിഞ്ഞാറേറ്റത്ത് നമ്മുടെ മത്തായിച്ചാട്ടല്ലേ എന്നാ പറഞ്ഞേ, കുള്ളി മത്തായി, അതാ അങ്ങനത്തെ അറ്റത്തെ വീട്. ഊന്നക്കടേൻ്റെ ഒക്കെ ഇങ്ങേപ്പുറത്തോളം അങ്ങനത്തെ വീട് അതാ. മാനിച്ചാങ്കുടി അങ്ങനെ അറ്റത്തെ വീട് അതാ. ആ വീടിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ വരെ വഴിയായി ചുരുക്കി പറഞ്ഞ വൈകുന്നേരമായപ്പോഴത്തേക്കും. അത്ര ആവശ്യമായിരുന്നു. അങ്ങനെയാണ് വഴിയുടെ തുടക്കം. അത് തുടർന്നും കഴിഞ്ഞപ്പം അത്രയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പർവ്വതിരുത്തുകാർ പിന്നെ അന്ന് ശേഖരനാ പിന്നെ അവിടുത്തെ പ്രസിഡന്റ് ചുരുത്തെ. നമ്മൾ കല്ലറ വിച്ചൂർ റോഡ് ഇപ്പോൾ പെരുന്തിരുത്ത് കൂടി നമ്മൾ പ്ലാൻ ചെയ്തു. കല്ലറ പറവന്തിരുത്ത് കൂടി നേരെ തലയാഴം അവർ പ്ലാൻ ചെയ്തു. അവർക്കതിലേ വേണമെന്ന് പറഞ്ഞാൽ നമുക്കിതേ വേണമെന്ന് ഇതിൽ ഇങ്ങനെ 2 വാശിയായി. അപ്പോൾ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അച്ഛൻ 2 മാസം എൻ്റെ കൂടെ താമസിച്ചെന്ന് പറഞ്ഞത്. അന്ന് ഈ ലൂക്കാച്ചൻ്റെ ബന്ധപ്പെട്ടൊരു പച്ചിക്കറുപ്പ് വിനോദം പറഞ്ഞ ഒരു പുള്ളിയാണ് എൻ്റെ വലിയ എഞ്ചിനീയർ. അയാൾ ലൂക്കാച്ചൻ്റെ ബന്ധപ്പെട്ട അവൻ ലൂക്കാച്ചൻ എൻ്റെ ആളല്ലേ. അങ്ങനെ ചെന്ന് കണ്ട് പുള്ളിയുടെ സപ്പോർട്ട് ഇങ്ങോട്ടും കൂടി ഒത്തിരി ബുദ്ധി ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത് കഴിഞ്ഞ് ചീക്കാരുകാരനാണ് വകുപ്പ് മന്ത്രി. വെച്ചൊരു സ്വാമിയുണ്ട്, ബഡാസ്വാമി എന്നും പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ വലിയ ആളാണ്. പിന്നെ എല്ലാത്തിനും വലിയ കഴിവുള്ള ആളാണ് പുള്ളി കഴിഞ്ഞ കൊല്ലം അവൻ്റെ മരിച്ചത്. പുള്ളിക്ക് അന്നൊരു അംബാസഡർ കാറുണ്ട്. അതേ ഈ തിരുവനന്തപുരമൊക്കെ പോകുന്നത് പുള്ളിയുടെ കാറാണ് പോകുന്നത്. പിന്നെ പെട്രോൾ നമ്മൾ പൊരിച്ചെടുക്കുന്ന പൈസ അടയ്ക്കണം, വണ്ടിക്കൂലിയൊന്നും മേടിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ 4-5 പേര്, ഞാൻ 4 പ്രാവശ്യം വരെ പോകുന്നുണ്ട് ടിക്കവരെ കാണാനായിട്ട്. പിന്നെ കൂടുതലും പോകുന്നത് നമ്മുടെ ലൂക്കാച്ചനാണ്. പിന്നെ നാരായണനാർ പോകും, അവരൊന്നും മെമ്പറാണ്. അങ്ങനെ ആ കാലത്ത് പുള്ളിയെ കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ശ്രീധരനാരാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ഇത് രണ്ടും കോൺഗ്രസ്സാണ്. അപ്പോൾ അങ്ങനെ നമുക്കിത് കിട്ടി. അപ്പോൾ അവർ രണ്ടും കൂടെ സപ്പോർട്ട് ചെയ്താണ് നമുക്ക് വഴി ഇതിലേ കിട്ടുന്നത്. ഇതിലേ കിട്ടി. അത് ഭയങ്കര പ്രശ്നമായിരുന്നത്. മറ്റേ എൻജിനീയറുടെ സപ്പോർട്ടൊക്കെ കിട്ടി. അങ്ങനെ കുടുംബത്തോടെ കൊണ്ട് ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2-3 മാസം കഴിഞ്ഞു. നേരത്തേക്കും ഒരു ദിവസം അച്ഛൻ പറഞ്ഞു നമുക്കിത് ഈ വഴി നേരെ ഈട്ടമ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വെച്ചാൽ ഡിമാൻഡ് മാഞ്ഞു. നേരെ കൊതവറയ്ക്ക് പോയി കഴിഞ്ഞാൽ കല്ലറ പറവന്തിരുത്ത്, പിന്നെ അവിടെയും വഴിയില്ല, നേരെ പിന്നെ പാടാ. അസം ഇതിലേ പോയി കഴിഞ്ഞാൽ പെരുന്തിരുത്ത്, ഉദിയന്തറ, മണിയന്തിരുത്ത്, കൊടുന്തുരുത്ത്, മറ്റം, ഇതെല്ലാം ഇങ്ങനെ ഈ തുരുത്തുകളെ കൂട്ടിക്കൊണ്ട് യോജിച്ചുകൂടി പോകണ വഴിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് പറഞ്ഞ് പുള്ളി സപ്പോർട്ട് വെച്ചു. അങ്ങനെയാണ് നമ്മൾക്ക് ഇത് കിട്ടേണ്ടി വന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നമുക്ക് നേരെ ഈട്ടമ്പുറത്തേക്ക് ലൈൻ ഇടണമെന്ന് പറഞ്ഞു. പൂക്കത്തിക്കരി അന്ന് കൃഷി ചെയ്താൽ ഇങ്ങനെ വെള്ളം കയറി കിടക്കുക. ഈ സൈഡ് കെട്ടുവരമ്പല്ലേ, അതിൻ്റെ അങ്ങേറ്റം വരെ ഈ വേഴാങ്കോലത്തെ കോലിൽ കൈതയാണ് മുഴുവൻ കെട്ടുവരമ്പ്. അച്ഛൻ ഇവിടെ നിന്ന് അന്ന് ആ വൈദ്യരുടെ കടത്തോളമുണ്ട്. ആ കടത്തോളം നേരെ പൂക്കത്തിക്കരി അങ്ങോട്ടാണ് കൊടുത്തിട്ട് നിന്നു. പുള്ളിയുടെ അണ്ടർവെയറും ഒരു തൊപ്പി ഒരു മെനിയനും ഉണ്ട്. ഞങ്ങൾ 9-10 പേരുമുണ്ട് ഇവിടെ പെരുന്തിരുത്തുള്ളവർ. ഈ തോമാച്ചൻ നമ്മുടെ താടിവാലായില്ലേ, അവനെ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അക്കരയോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊടുത്തല ഷാപ്പ് ഈ സൈഡിലാണ്.
അവിടെ നിന്നുകൊണ്ട് ആൾക്കാർ പോകാൻ തുടങ്ങി. ഒരു മുതുവട്ടം പിന്നെ പോകണം, പിന്നെ പുറകെ വട്ടന്മാർ പുറകെ ഞാൻ അസൽ പട്ടല്ല കാണിക്കണത്. ഈ മുതിക്കരി വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കഴുത്തീര് വെള്ളം അങ്ങനെ കിടക്കുക. പിന്നെ ഈ പുള്ളിയെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കുക. ഇവിടെ പുള്ളി പോയി കഴിഞ്ഞാൽ ഇത് ഡിമായി പോകും. പുള്ളി പറയണം പുള്ളി നിന്ന് എന്നാ പറഞ്ഞാൽ കേട്ടോണം. അതാണ് പുള്ളിയുടെ ഡിമാൻഡ്. എന്നാലും സമ്മതിക്കുള്ളൂ. അതാണ് സംഗതി. അപ്പം പിന്നെ പുള്ളിയെ വിടാതെ നമ്മൾ നോക്കുക. അവിടെ നിന്നും ലൈനിട്ട് ഞങ്ങൾ ഈട്ടുമ്പോഴത്തേക്കാണ് സന്ധികാരായി പോയി പോണേ. കൊച്ചോട്ട് തമ്മാച്ചനാ ഈ അങ്ങനെ സൈഡിൽ വേഴാങ്കൂർ കുത്തിക്കൊണ്ടുപോയി 20 മീറ്റർ നീളത്തിൽ പുള്ളി എടുത്തു. വഴി ചുമ്മാലായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ശേഖരനെ വിളിച്ച് സ്വീകരണാരും അവിടെ വന്നു. അവിടെ അമൃത വില്ലാപ്പീസ് ചെന്നിട്ട് അവിടുത്തെ റെക്കാർഡെല്ലാം എടുത്ത് രാത്രി പെട്രോമാസ് വെച്ചിട്ടുണ്ട്. അന്ന് ലൈറ്റില്ല അതിനകത്ത്. അവിടെ പെട്രോമാസ് എല്ലാം എടുത്തിട്ട് അവിടുത്തെ മുഴുവൻ സമാധാനം പൂത്തിക്കാരുള്ളവരുടെ ഉള്ളതും പിന്നെ ശേഖരൻ എടുത്തോളാമെന്നും നമ്മുടെ ആൾക്കാരുടെ പൂത്തിക്കലുണ്ട് ഇഷ്ടംപോലെ, അത് നമ്മൾ എടുത്തോളാം തീരുമാനം എടുത്ത് സമാധാനം നമ്മളും അവരും തീരുമാനം എടുത്തോണ്ട് അങ്ങനെ അന്ന് പിരിഞ്ഞു. അത് കഴിഞ്ഞ് ആ സമാധാനമെല്ലാം മേടിച്ചിട്ട് വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ട് ഉപ്പിടിച്ച് മേടിച്ചു. എന്നിട്ടാണ് പിന്നെ ഈ വെട്ടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം തുടങ്ങുന്നത്. അതും ആരും സ്വപ്നം കണ്ട കാര്യമല്ല. അത് കണ്ട ഈ അരിയും ദീപങ്ങളെ ഗവൺമെൻറ്റിൻ്റെ കൂടെ മേടിച്ച് ഈ കപ്പ വേവിച്ചതും കാശൊന്നും കൊടുക്കാൻ മുഴുവൻ ആദ്യ പ്രാവശ്യം വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ വെട്ടാൻ ഒരു 500 പേരുണ്ടെന്ന് അവിടെ നിന്ന് ഇവിടുന്ന് വന്ന എല്ലാം കൂടി ഒരു വെട്ടങ്ങ് വെട്ടിയത്. 2-3 ദിവസം കൊണ്ട് വീട്ടമ്പുറം വരെ ഒരു വെട്ട് വെട്ടി. അങ്ങനെ പല പ്രാവശ്യം വെട്ടി ഒരുമാതിരി പുറകരം വരുന്ന നിരപ്പാക്കി. അങ്ങനെയാണ് പിന്നെ അത് മുഴുവൻ കട്ട. പിന്നെ കട്ട വിലയ്ക്ക് സ്ഥലം മേടിച്ച് കട്ട കുത്തി ഇറക്കി. ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള സമാധാനം. പിന്നെ ഒടുവിലായപ്പം ഇങ്ങനെ ഓരോ ആനുകൂല്യം കിട്ടുന്നതെല്ലാം മേടിച്ച് കൊടുക്കും. അങ്ങനെയാണ് ലാസ്റ്റാണ് പിന്നെ ഇത് BW ഏറ്റെടുപ്പ് വെച്ചത്. അങ്ങനെയാണിത് കല്ലറ വെച്ചു റോഡ് ഇങ്ങനെ ഉണ്ടായത്. അത് ആ കാലത്ത് അതിൻ്റെ പൊതുയോഗം 3 പ്രാവശ്യം വിളിച്ച് പള്ളിക്കൂടത്തങ്ക. ആ പ്രാവശ്യം കൊടുത്ത ഈ വഴി കൊടുത്ത ചെന്ന് കഴിഞ്ഞ് അവിടം വരെ കണക്ക് വെക്കാൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യം വിളിച്ചു. ഈ പെരുന്തിരുത്തി ഒരു മനുഷ്യൻ വന്നില്ല. 3 പേര് വന്നു. അവസാനം കാശ് പോകാൻ്റെ പോയി, കിട്ടിയവൻ്റെ കിട്ടി. അപ്പം ഇവർക്കൊക്കെ അറിയാം എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഇതാണ്ട് പോയി. അന്ന് നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടുന്നില്ല, കയ്യിൽ നിന്ന് കാശ് ചിലവാക്കുമല്ലേ. പൊതുയോഗേ ഈ ചരട് പിടിക്കാൻ നിങ്ങൾ 2 പേരെ ചുമതലപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ആ ചരട് പിന്നെ ആരാണ്ട് മാറി പിടിച്ച് അലൈൻമെൻ്റ് ഒക്കെ മാറിപ്പോയെന്നൊരു ആരോപണമുണ്ട്. അതൊരു ചെറിയ സംഭവം ഉണ്ടായതാ. എന്താ സംഭവം? നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ കുഴപ്പമില്ല പറഞ്ഞാലും അത് നമ്മുടെ ആ പിന്നെ ഇവിടുന്ന് കയ്യിലുമ്പം തകടിയിലെ മൂലയില്ലേ, ആ മൂലയിൽ നിന്ന് ഇപ്പുറത്ത് ഊരാപ്പള്ളിക്കാരുടെയും ഇപ്പുറത്ത് ആരുടെയും ഓർക്കുന്നില്ല. അപ്പോൾ അത് പിന്നെ ഇപ്പുറത്തെ ഊരാപ്പള്ളിക്കാരുടെയും തോന്നുന്നു. വലതുവശം ഊരാപ്പള്ളിക്കാരുടെ ഇടതുവശം ഇപ്പുറത്തെ അവിടെ ഉച്ചയായിരുന്നു ആ സമയത്ത്. ദൈവത്തിൻ്റെ മകളെ കെട്ടിയവൻ. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം വീട്ടിലേക്ക് വന്നു, കഞ്ഞി കുടിക്കാനായിട്ട് പോകുന്നു. തോമാച്ചനുണ്ടായിരുന്നു. അവിടെയാണ് ഇച്ചിരി മലയാളം ഉണ്ടാകുന്ന അന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. ഞാനിവിടെ നിന്ന് ഇന്ന് കഴിഞ്ഞ് പിന്നെ ബാക്കി ഞാൻ അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ തിന്നപ്പോഴത്തേക്കും പിന്നെ ഈ മത്തായിച്ചേട്ടൻ കോടാലിയേട്ടൻ അല്ല മത്തായിച്ചേട്ടൻ മൂത്തൊന്നും മരിച്ചില്ലേ, മൂത്ത മകൻ എന്നെ അത് വെട്ടാൻ വന്നു, ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അവൻ്റെ ഒരു 1-ാം തരം തെങ്ങ് ഒരു വെട്ടി ചാരി പിടിച്ച ഞാനല്ലേ. പിന്നെ ആൾക്കാർ പിടിച്ച് നമ്മളെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായതാണ്. അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായെന്ന്. അത് ആർക്കും അറിയാമെങ്കിൽ അതിനെ ഒന്നും പബ്ലിക്കാക്കില്ല. എന്നാൽ നമ്മുടെ സംഗതി ഡിമായി പോയാലേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ വഴിയുടെ കല്ലറത്തെ ഭാഗം ഉണ്ടല്ലോ, മെയിൻ റോഡിലേക്ക് എന്ന് കയറുന്നത്, അവിടെ ആ പള്ളിയുടെ അവിടുത്തെ വികസനവും മറ്റേ വഴിയും അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒത്തിരി തർക്കം നടക്കും. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വഴി ഇങ്ങനെ ആയിരിക്കും, വീതി കുറവല്ലേ ഇവിടെ. അതെന്ന് വെച്ചാൽ ബുദ്ധിപരമായിട്ടാണ് പറഞ്ഞാൽ പോലെ അതുകൊണ്ടായത് ഈ കല്ലയിൽ തടസ്സമൊന്നും വഴിയല്ല. അപ്പോൾ വഴിയച്ചൻ പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യും, നമ്മൾ പുതിയ വഴി വരുന്നത് ഇതിനെ നേരെ അങ്ങോട്ട് വിടാം, ചന്തയുടെ വഴി നേരെ കയറ്റി ഇപ്പുറത്തേക്ക് വിടാം, ഇത് ഫ്രീ ആയിട്ട്. അപ്പം 1 വേ ഇതിൽ അങ്ങനെ 2 വയസ്സ് വന്നോളൂ പറഞ്ഞു. അപ്പം നമ്മുടെ കമ്മിറ്റി കൂടി പുതിയ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ആൾക്കാരോടും സമ്മതിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇതിലെ അകത്തോടെ വിടാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം അത് പണ്ടാൻ്റെ വഴി ഇവിടെ നിന്ന് കയറുന്ന സ്ഥലം. അത് കഴിഞ്ഞ് പിന്നെ ചോർച്ചക്കാരുടെ സ്ഥലമാണ് എൻ്റെ പുറകെ ബാക്കി മുഴുവൻ ബീൽസാറിൻ്റെയും ഓരോ പോയ മുഴുവൻ. അപ്പോൾ അവരൊക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അകത്തുപാട് സമാധാനം തരാമെന്ന് പറഞ്ഞു. ഈ പണ്ടാനും തരികയില്ല. അതൊരു കാര്യം നമുക്ക് പിന്നെ അപ്പുറം ഇപ്പുറം വിളിച്ച് വന്നിട്ട് പൊളിച്ച് കളയാമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പിന്നെ വേലി പൊളിച്ച് വഴി അങ്ങോട്ട് വെട്ടിമുട്ടിച്ചു. വേലി പൊളിച്ച് കളഞ്ഞു. ഞാനും നമ്മുടെ ഓനിച്ചാട്ടൻ, ചോരത്തെ ഓനിച്ചാട്ടൻ, പിന്നെ വഴിയച്ഛൻ, പിന്നെ നാരായണൻ നായർ, ഞങ്ങൾ ആ 5 അച്ഛനെ കൂടി 6 പ്രതികളാണ്. 6 പ്രതികളാണ്. തുരിതൻ്റെ ഗോപാലനുണ്ട്, മെമ്പറാവൻ. ഇത്രയും പ്രതികളാണ്. അവന് കേസ് കൊടുത്തു എറണാകുളത്ത്. അത് അവസാനം വന്നപ്പോഴത്തേക്കും അവന് അനുകൂലമായിട്ട് വിധിച്ചു, അനുകൂലമായിട്ട് വിധിച്ചു. എങ്കിൽ തന്നെ വഴിയുണ്ടായി. എല്ലാ വർഷങ്ങളായി ഇങ്ങനെ നടന്നതാണ് വഴി. ടാർ ചെയ്യാനായിട്ടുള്ള ഈ പഞ്ചായത്തിൽ നിന്നെല്ലാം പോയി അനുവാദം എല്ലാം കിട്ടുന്നത്. പക്ഷേ ആ പഞ്ചായത്തുകാരൊന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരാണ്ട അന്ന് ഭരിച്ചത്. അവന്മാരെ തയ്യാറായില്ല. ആ ഇതായിപ്പോൾ അല്ലെങ്കിൽ ഇപ്പം സുഖമായിട്ട്
ഈ വണ്ടി അങ്ങോട്ട് കൊണ്ട് പോയാൽ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അടച്ചു കിട്ടിയത് പിന്നെ അതിപ്പറ്റി ആരും ചോദ്യമില്ലാവും അവിടുത്തെ ആ ബ്ലോക്ക് പ്രശ്നം ഉണ്ടായാലോ ആ വഴി ഉണ്ടായിരുന്നെങ്കിലേ ആ ബ്ലോക്ക് പ്രശ്നം ആ ഒരു കുഴപ്പം വരെയായിരുന്നു അത് നല്ല സുന്ദരമായിട്ടാണ്ട് ഒരു 2-3 കൊല്ലത്തോളം കടന്നാന്നേ 2-3 കൊല്ലത്തോളം നടന്ന അതിനകത്ത് ചന്ത ഇവിടെയല്ല ഞാൻ ഇതിനകത്തല്ല ഞാൻ അതിൻ്റെ ഇടവഴി അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ വളരെ സുഖമായിട്ട് വന്ന അങ്ങനെ ആ പ്രശ്നം ഉണ്ടായത് അതിനകത്ത് ഞാൻ 3 പ്രാവശ്യം പോയി എറണാകുളത്തിന് പിന്നെ എറണാകുളത്തായിരുന്നു അവിടെ കേസ് അതിന് പോകുന്നത് നമ്മുടെ കാര്യം ചിലവാക്കും അച്ഛൻ്റെ കാര്യം ചിലവാക്കണം അങ്ങനെ പോയി ഞാൻ പഠിച്ചു പിന്നെ ഞാൻ പുറകോട്ട് മാറി ഇഷ്ടമെന്നോ അതിനകത്ത് നോക്കി അത് നമുക്ക് അവനനുകൂലമായിട്ട് വിധിച്ചു അത് നമ്മൾ പിന്നെ ഒന്നും പോയിട്ടുമില്ല അവരാ സ്ഥലം സ്വന്തമാക്കി എടുക്കുകയും ചെയ്തു ഇപ്പം അത് നല്ല അടച്ചു കെട്ടി അവർ മധുരം കെട്ടി കുട്ടിച്ചേട്ടനൊക്കെ അല്ലേ അവരെല്ലാം പിന്നെ അത് ചെയ്തു അല്ലെ ഇപ്പം സുന്ദരമായിട്ട് പോകായിരുന്നു